വെൽക്കം ബാക്ക്. അപ്പോൾ ഇതിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ കാണിക്കുന്ന ഒരു വ്ലോഗാണ്. അതുപോലെ തന്നെ എൻ്റെ കല്യാണം കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ അവൻ്റെ പേര് മുബീൻ എന്നാണ്. കല്യാണം കഴിക്കുന്നത് തിരുവല്ലയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ 2 ദിവസം മുന്നേ ഇവരുടെ ഫാമിലിയിൽ നിന്ന് ഹാമ്പേഴ്സൊക്കെ കുട്ടിയുടെ വീട്ടിലേക്ക് കൊണ്ടു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രിപ്പയർ ചെയ്ത ഐറ്റംസ് എന്ന് പറയുന്നത് ഹാമ്പേഴ്സാണ്. വളരെ പ്രീമിയം ക്വാളിറ്റിയിലാണ് ഇതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് വളരെ എക്സൈറ്റിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, ഈ ഹാമ്പേഴ്സിൻ്റെ റിവ്യൂ എനിക്ക് എപ്പോഴാണ് കിട്ടിയെന്നറിയോ? 2 ദിവസം കഴിഞ്ഞ് ഞാൻ കല്യാണത്തിന് പോയി. അപ്പോൾ ഇവിടെ ഉള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ കിട്ടി, അഭിപ്രായമൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കൊടുത്ത ആളുടെ വീട്ടിൽ നിന്നുള്ളൊരു അഭിപ്രായമില്ലേ, അത് നമുക്ക് കുറച്ച് എക്സൈറ്റിംഗ് ആയിരിക്കുമല്ലോ. അത് കിട്ടിയത് ഞാൻ കല്യാണത്തിന് ചെന്നപ്പോൾ ബ്രൈഡിൻ്റെ ഉമ്മ വന്നിട്ട് ഞങ്ങളായിട്ട് സംസാരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അപ്പോൾ ഞാനിങ്ങനെ പരിചയപ്പെട്ടപ്പോൾ ഇങ്ങനെ ഹാമ്പേഴ്സൊക്കെ ചെയ്ത് കൊണ്ടുവന്ന അത് ഞാനാ ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരത്തിയുടെ മുഖത്ത് ഭയങ്കര സന്തോഷമായിട്ട് ഇങ്ങനെ പറഞ്ഞു, അടിപൊളിയായിരുന്നു മോളെ, മാഷാല്ലാ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒരു റിവ്യൂ ആയിരുന്നു. അപ്പോൾ അത് എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കി. ഇപ്പോൾ ഹാമ്പേഴ്സിനകത്ത് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ വരുന്നുണ്ടായിരുന്നു, പെർഫ്യൂമിൻ്റെ ആ ഒരു വൈറ്റ് പെർഫ്യൂം ഇല്ലേ, അടിപൊളി മണം കേട്ടോ, കിടിലൻ മണമാണ്. അത് ആദ്യം നമ്മൾ പാക്കറ്റിൽ തന്നെ വെച്ചു ആ ഒരു കേസിൽ, പിന്നെ അത് ബോട്ടിൽ നല്ല ഭംഗി ഉണ്ടായിട്ട് അതങ്ങനെ സെറ്റ് ചെയ്തു. അപ്പോൾ പിന്നെ ഡ്രസ്സിൻ്റെ ഉണ്ടായിരുന്നു. ഡ്രസ്സ് 2 സെറ്റായിട്ടാണ്. ലെഹങ്കയുടെ സ്കേർട്ട് മാത്രം ഒന്നിലും, ടോപ്പും ഷോളും ഒക്കെ വരുന്നത് വേറൊരു പ്രീമിയം ഒരു ബോക്സിലും. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ചെരുപ്പ് വെച്ചിട്ടുള്ളൊരു ഹാമ്പർ ഉണ്ടായിരുന്നു. മിഠായിയുടെ ഫെറർ റോഷേഴ്സ് വെച്ചിട്ടുള്ള ആ ഒരു ഹാമ്പറും എല്ലാം ഉണ്ടായിരുന്നു. അപ്പം എല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ കൊടുത്തു വിട്ടു. അതിനുശേഷം നമ്മൾ കല്യാണത്തിന് പിന്നുള്ള പരിപാടി ചെറുക്കൻ്റെ വീട്ടിൽ തലേന്ന് ഗ്രൂം ഷവർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ വീട്ടിലെന്ന് വെച്ചാൽ എല്ലാം ഭയങ്കര പരിപാടിയാണ്, ഭയങ്കര ആഘോഷമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു ഡെക്കറേഷൻ പോലെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്രൂം ഷവറിന് വേണ്ടിയിട്ട്. ബ്ലാക്ക് ഗോൾഡ് ബലൂണൊക്കെ വെച്ചിട്ട് ചെറിയൊരു രീതിയിൽ സെറ്റ് ചെയ്തു. പിന്നെ നമുക്കുള്ളത് ഒരു ഗ്രൂം ഷവറിന് ഒരു കേക്ക് വേണമല്ലോ. അപ്പോൾ ആ കേക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒന്നും വീഡിയോ എനിക്ക് മര്യാദയ്ക്ക് എടുക്കാനേ പറ്റിയില്ല. കാരണം ഇവരുടെ വീട്ടിൽ സാധാരണ നമുക്ക് ഓരോ കസ്റ്റമേഴ്സ് ടൈം പറഞ്ഞിട്ട് കുറേ ഡിലേ ആയിട്ടാണ് സാധനം വേണമെന്ന് പറഞ്ഞ് വിളിച്ച് പറയുന്നത്. പക്ഷേ ഇവരുടെ വീട്ടിൽ നിന്ന് കറക്റ്റ് ടൈമിന് മുമ്പേ, അരമണിക്കൂർ മുന്നേ വിളിക്കും, റെഡി ആയോ കൊടുത്തു വിട്ടോളൂ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും പങ്ക്ച്വലായ ആൾക്കാരായതുകൊണ്ട് അതിൻ്റെ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. അതിനുശേഷം പിന്നെ നമ്മൾ ചെയ്തൊരു ബൊക്കെയാണ്. ബൊക്കെ എന്ന് പറയുന്നത് കല്യാണത്തിൻ്റെ അന്നത്തെ നിക്കാഹിൻ്റെ ദിവസം ചങ്ങനാശ്ശേരി വെച്ചിട്ടായിരുന്നു നിക്കാഹ് നടന്നത്. അപ്പോൾ ഞങ്ങൾക്കും പോകണം, പക്ഷേ അവർ നേരത്തെ പോകും, ഗ്രൂമൊക്കെ നേരത്തെ പോകുന്നത് കൊണ്ട് അവൻ്റെ കൊടുത്തുവിടാൻ ഞാൻ രാവിലെ തന്നെ ഒരു ബൊക്കെ റെഡിയാക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ റിസപ്ഷൻ്റെ കേക്ക്. അപ്പോൾ കല്യാണത്തിന് നമ്മൾ പോയി, പിന്നെ വന്നിട്ട് അതിൻ്റെ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മുടെ നാട്ടിൽ വെച്ചിട്ട് ഇവിടെയുള്ള ഫാമിലിയിലെ മെമ്പേഴ്സിനൊക്കെ ആയിട്ട് റിസപ്ഷൻ ആക്കിയത്. അപ്പോൾ അന്ന് ഒരു കേക്ക് ഉണ്ടായിരുന്നു, 2 ടയർ കേക്ക്. അപ്പോൾ ഇതിനകത്ത് പിന്നുള്ള ബെസ്റ്റ് പാർട്ട് എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ, അവൾ എന്നോട് കണ്ടപ്പോൾ പറഞ്ഞു, അതായത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ വൈഫല്ലേ ഇപ്പം, അവൾ എന്നോട് ബ്രൈഡ് കണ്ടപ്പോൾ പറഞ്ഞു ഭയങ്കര ഇഷ്ടപ്പെട്ടു ഹാമ്പേഴ്സൊക്കെ. ഇങ്ങനെ ഇമാജിൻ ചെയ്യുമല്ലോ നമ്മളിപ്പോൾ വെഡ്ഡിങ് വരുമ്പോൾ ഓരോ പ്രിപ്പറേഷൻസിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ആഗ്രഹം ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ മനസ്സിൽ വിചാരിച്ച പോലെ തന്നെ ആ കേക്കും അതുപോലെ തന്നെ ഈ ഹാമ്പേഴ്സും കിട്ടിയത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ. അപ്പോൾ അത്രയൊക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്തത്. ഞാൻ വെഡ്സ് ഇന്ത്യയുടെ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, അന്ന് ഞാൻ ഇവൻ്റെ കല്യാണത്തിൻ്റെ കാര്യമാണ് അന്ന് പറഞ്ഞത്. അപ്പോൾ ഇതാണ് ഡ്രസ്സ്. പിന്നെ ഞാനൊരു 2 മാല എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തിനാണോ എന്തോ എനിക്കറിയത്തില്ല, ഞാൻ അത്രയും ആഡംബരമുള്ള മാലയൊന്നും അധികം ഇടാറില്ല. പിന്നെ ഇവൻ്റെ കല്യാണത്തിന് കുറേ നാളായിട്ട് എക്സൈറ്റിംഗ് ആയിട്ട് വെയിറ്റിംഗ് ആണ്, അതുകൊണ്ടാണ് ഇത്രയ്ക്ക് ആഡംബരമുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് വെച്ചത്. പക്ഷേ അതിട്ടില്ല, സിമ്പിൾ മാലയാണ് ഇട്ടത്. പിന്നെ അങ്ങനെ ഒരുങ്ങി കല്യാണത്തിന് പോയത് എൻ്റെ വേറൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, അവളുടെ കൂടാണ് പോയത്. അവളും ഹസ്ബൻഡും ഈ കുഞ്ഞി സാറാ ബേബിയും ഉണ്ടായിരുന്നു. അസ്ല എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കുറച്ച് വർഷങ്ങളാവുന്നുള്ളൂ. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചിട്ടില്ല, പക്ഷേ മുബീനും അവൾ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട്. അത് വഴി വന്നിട്ടുള്ള കണക്ഷനാണ്. പിന്നെ ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയി. അപ്പോൾ ഭയങ്കര അടുപ്പമായി. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഞാൻ കുറേ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, മുന്നേ ഒരു വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് അധികം അങ്ങനെ ഫ്രണ്ട്സ് ഇല്ല. 10ാം ക്ലാസ് കഴിഞ്ഞ് എനിക്കങ്ങനെ ഫ്രണ്ട്സ് ചെറുതായിട്ടൊരു പണി കിട്ടിയിട്ടുണ്ട് ഫ്രണ്ട്ഷിപ്പിനകത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യാനും അങ്ങനെയുള്ള സംഭവങ്ങൾ ഭയങ്കര പേടിയാണ്. അന്ന് തൊട്ടേ ഉള്ളൊരു ഫ്രണ്ടാണ് ഇവൻ. അങ്ങനെ 16 വർഷമായിട്ട് ഉള്ളൊരു കോൺസ്റ്റൻറ്റ് ഫ്രണ്ട്, അല്ലെങ്കിൽ അവൻ മാത്രമേ ഉള്ളായിരുന്നു ഒരു ഫ്രണ്ട് എന്നൊക്കെ പറയാൻ. പിന്നെ കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ജീവിതം കുറേ മുന്നോട്ട് പോയ സമയങ്ങളിലാണ് ഓരോ ഫ്രണ്ട്സും എനിക്ക് കിട്ടിയത്. ഇപ്പോൾ ഉള്ള വിരലിലെണ്ണാവുന്ന കുറച്ച് കൂട്ടുകാരെന്ന് പറയുന്നത് വളരെ പ്യുവറായിട്ടുള്ള, എൻ്റെ എല്ലാ സാഹചര്യങ്ങളും മനസ്സിലാക്കി നമ്മളെ ഭയങ്കര സപ്പോർട്ടീവായിട്ട് എന്നിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ മറിച്ച് നമ്മളെ എല്ലാ അവസ്ഥയിലും കൂടെ നിൽക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമുണ്ട് അന്നൊരുപാട് ഫ്രണ്ട്സ് ഇല്ലാത്തതിനും ഇപ്പോൾ ഉള്ള ആൾക്കാർ ഏറ്റവും ബെസ്റ്റ് ആയതിനും. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞു, ബിരിയാണിയൊക്കെ കഴിച്ചു. അതെല്ലാം കല്യാണത്തിൻ്റെ പോർഷൻസ് എല്ലാം നിങ്ങൾ കണ്ടു കാണുമല്ലോ. തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. നല്ല അടിപൊളി സ്ഥലമാണ്, ആലപ്പുഴ ജില്ലയല്ലേ, ഇപ്പോൾ അറിയാമല്ലോ. പിന്നെ എൻ്റെ ഫ്രണ്ട് പ്രൗഡ്ലി അവളൊരു പ്രോ ഡ്രൈവറാണ്. പിന്നെ അതിൽ ഒരുപാട് സന്തോഷമുണ്ട് അവളോട് പോകാൻ പറ്റിയതിൽ. ഇതാണ് റിസപ്ഷൻ കേക്ക്.
അപ്പോൾ അത്രയേ ഉള്ളൂ. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്.